ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ പ്രധാനപ്പെട്ട 5 അനുഗ്രഹങ്ങൾ, അല്ലാഹുവിൻ്റെ 5 അപാരമായ കഴിവുകൾ, ഇതിനെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റിയും മനുഷ്യർക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെ പറ്റിയും തന്നെയാണ് അറിയിക്കുന്നത്. ഇങ്ങനെയെല്ലാം മനുഷ്യർക്ക് ചെയ്തു തന്ന അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന കാര്യം ഇതിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. وَسَخَّرَ لَكُمُ الشَّمْسَ وَالْقَمَرَ دَائِبَيْنِ وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ. തുടർച്ചയായി സഞ്ചരിക്കുന്ന നിലയിൽ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, രാവിനെയും പകലിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ പ്രധാനപ്പെട്ട മറ്റു 2 അനുഗ്രഹങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ രാപ്പകലിനെ അല്ലാഹു തആല മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അഥവാ മനുഷ്യർക്ക് പ്രതികൂലമല്ലാത്ത രീതിയിൽ, മനുഷ്യർക്ക് ഗുണമുള്ള രീതിയിൽ സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയും പകലിനെയും അല്ലാഹു നിയന്ത്രിക്കുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, സൂര്യൻ ഈ ഭൂമിയുമായി ഒന്ന് അടുക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ചൂട് കാരണം ഭൂമി കത്തിക്കരിഞ്ഞു പോകുന്നതാണ്. സൂര്യൻ്റെ അകലം വർദ്ധിക്കുകയാണെങ്കിൽ, അഥവാ ഭൂമിയിൽ നിന്നും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായി അകന്നു പോവുകയാണെങ്കിൽ ഭൂമിക്ക് വേണ്ടതായ ചൂട് ലഭിക്കുന്നതല്ല. അതുപോലെ ചന്ദ്രനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ മനുഷ്യർക്ക് വഴികാട്ടിയായിക്കൊണ്ടും മനുഷ്യർക്ക് അനുഗ്രഹമായിക്കൊണ്ടും നിയന്ത്രിക്കുന്നു. ഈ സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു തആല നിയന്ത്രിക്കുന്നത് കാരണമായി രാത്രിയും പകലും വേണ്ട രീതിയിൽ മാറി മാറി വരുന്നു. മനുഷ്യന് ജോലി ചെയ്യാൻ അല്ലാഹു തആല പകലിനെ സൃഷ്ടിച്ചു, മനുഷ്യന് വിശ്രമിക്കാനായി അല്ലാഹു രാത്രിയെ സൃഷ്ടിച്ചു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു അറിയിച്ചിരുന്നുണ്ട്, അല്ലാഹു എങ്ങാനും രാത്രി മാത്രം മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ മറ്റാർക്കും പകലിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അല്ലാഹു എങ്ങാനും പകൽ മാത്രം മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ മറ്റാർക്കും രാത്രിയെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. സൂര്യൻ ഉദിച്ചു, അത് അസ്തമിക്കേണ്ട എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരിക്കലും ആ സൂര്യൻ അസ്തമിക്കുന്നതല്ല. സൂര്യൻ അസ്തമിച്ചു, അത് ഉദിക്കേണ്ട എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരിക്കലും ആ സൂര്യൻ ഉദിക്കുന്നതുമല്ല. കാരണം സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. രാത്രിയും പകലും മാറി മാറി വരിക എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മനുഷ്യന് ഒരു രീതിയിലുള്ള കൈക്കടത്തലുകളും അതിലില്ല. മനുഷ്യനല്ല കാലാവസ്ഥയെയും രാത്രിയെയും പകലിനെയും ഗോളങ്ങളെയും നിയന്ത്രിക്കുന്നത്. നേരെ മറിച്ച് ഇതിനെല്ലാം ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യന് അനുകൂലമായ രീതിയിൽ നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്ന, രാത്രിയെയും പകലിനെയും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി കൊണ്ടുവരുന്ന, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അവനെ വിട്ട് ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത മറ്റു സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുന്നത് വലിയ വിഡ്ഢിത്തരമാണെന്ന കാര്യം അല്ലാഹു അറിയിക്കുകയാണ്. അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു വസ്തുക്കൾക്കും മനുഷ്യർ ആരാധിക്കുന്ന സൃഷ്ടികളാകട്ടെ, വസ്തുക്കളാകട്ടെ, വ്യക്തികളാകട്ടെ, ഇതിനൊന്നും സൂര്യനെയോ ചന്ദ്രനെയോ രാത്രിയെയോ പകലിനെയോ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. ഇതിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്ന, നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരുന്ന, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവാനെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തിലും അല്ലാഹു തആല അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത്. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها
ഇന്നൽ ഇൻസാന ലളൂമു കഫാർ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് അത് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. തീർച്ചയായും മനുഷ്യൻ വലിയ അക്രമിയും മഹാ നന്ദികെട്ടവനുമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് യാതൊരു കണക്കുമില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. ഇവിടെ ആദ്യം അള്ളാഹു തആല മനസ്സിലാക്കി തന്നു, മനുഷ്യൻ ചോദിച്ചതെല്ലാം അള്ളാഹു മനുഷ്യന് നൽകുകയുണ്ടായി. ഇവിടെ ചോദിച്ചതെല്ലാം അള്ളാഹു മനുഷ്യന് നൽകി എന്നതിൻ്റെ ഉദ്ദേശം ചോദിക്കുന്ന എല്ലാ വസ്തുക്കളും നൽകിയെന്നല്ല, നേരെ മറിച്ച് മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് യാതൊരു കണക്കുമില്ല. അത്രയും അധികം അനുഗ്രഹങ്ങൾ ഓരോ മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുകയാണ്. മനുഷ്യൻ ചോദിക്കാതെ തന്നെ എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യൻ ചോദിക്കുന്ന കാര്യങ്ങളുമാകട്ടെ മനുഷ്യന് നന്മയായ കാര്യങ്ങൾ അള്ളാഹു അവന് നൽകുന്നതാണ്. അവൻ എന്തെങ്കിലും ദോഷമുള്ള കാര്യങ്ങൾ അവൻ ചോദിച്ചാലും ചിലപ്പോൾ അള്ളാഹു നന്മയ്ക്ക് വേണ്ടി അതിനെ മാറ്റിവെക്കുന്നതാണ്. മനുഷ്യർ ചില കാര്യം അള്ളാഹുവിനോട് ചോദിക്കും, പക്ഷെ അള്ളാഹു അവന് ആ കാര്യം നൽകുന്നതല്ല. കാരണം മനുഷ്യൻ്റെ കണ്ണിൽ ആ കാര്യം അവന് വേണമെങ്കിലും ആ കാര്യം അവന് ലഭിച്ചാൽ അവന് പിന്നീട് അത് ബുദ്ധിമുട്ടായി തീരും, അല്ലെങ്കിൽ അവനത് പ്രതികൂലമായി തീരുമെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതല്ല. ഇത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കാത്തതും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ചിലപ്പോൾ അള്ളാഹു തആല മനുഷ്യർ ചോദിക്കുന്ന കാര്യം നൽകുന്നതല്ല, പക്ഷേ മനുഷ്യൻ ചോദിക്കുകയും അത് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ഒരിക്കലും അവന് ആ ചോദ്യം പാഴല്ല. ഒരു മനുഷ്യൻ ദുആ ചെയ്യുകയും അള്ളാഹുവോട് ചോദിക്കുകയും ചെയ്യുകയും അത് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അതിന് പകരമായി പരലോകത്ത് ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകും. അങ്ങനെ പരലോകത്തിൽ മനുഷ്യൻ എത്തിക്കഴിയുകയും അവൻ ചോദിച്ച കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കാത്തതിന് പകരമായി അള്ളാഹു നൽകിയ പ്രതിഫലങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ അവൻ വിചാരിച്ചു പോകും, എൻ്റെ ഒരു ചോദ്യവും എൻ്റെ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കുമായിരുന്നുവെന്ന് പരലോകത്ത് വെച്ച് അവൻ വിചാരിച്ചു പോകും. അങ്ങനെ വിചാരിക്കുന്ന രീതിയിൽ വലിയ പ്രതിഫലമായിരിക്കും മനുഷ്യൻ ചോദിച്ചിട്ട് ലഭിക്കാത്ത പ്രാർത്ഥനകൾക്ക് പകരം അള്ളാഹു നൽകുക. അതുകൊണ്ട് ഇവിടെ അള്ളാഹു തആല മനുഷ്യൻ ചോദിച്ചതെല്ലാം നൽകുമെന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹു തആല ഓരോ മനുഷ്യർക്കും ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയെന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ അവയവങ്ങൾ ഇതൊരിക്കലും അള്ളാഹുവോട് അവൻ ചോദിച്ചിട്ടില്ല, നേരെ മറിച്ച് അള്ളാഹു ഔദാര്യം കാരണം നൽകുകയാണ്. മനുഷ്യരുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരിക്കലും ചോദിച്ച കാര്യമല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നടത്തിത്തരികയാണ്. മനുഷ്യന് വേണ്ട സമയത്ത് ചൂട് നൽകുന്നു, തണുപ്പ് നൽകുന്നു, മഴ നൽകുന്നു, കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്നു, മനുഷ്യൻ്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തിക്കൊടുക്കുന്നു, ഭക്ഷണത്തിന് ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ നാം ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്നു. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്. എന്നിട്ട് അള്ളാഹു തആല ഈ ആയത്തിൽ തന്നെ അറിയിച്ചിരിക്കുകയാണ്, നിങ്ങളെങ്ങാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന് സാധിക്കുന്നതല്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല, അത്രയും ധാരാളമാണ്. ഓരോ മിനിറ്റിലും അള്ളാഹുവിൻ്റെ എത്ര അനുഗ്രഹങ്ങൾ ഓരോ മനുഷ്യനും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, നീ നിൻ്റെ താഴെയുള്ളവരിലോട്ട് നോക്കുക, അപ്പോൾ അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളെക്കാൾ താഴ്ന്ന രീതിയിലുള്ള ആളുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആർക്കും ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. നമ്മുടെ ശരീരം തന്നെ നോക്കുകയാണെങ്കിൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു ശരീരത്തിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ കച്ചവടം, നമ്മുടെ ഉദ്യോഗം, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ജീവിതം, നമ്മുടെ ഭക്ഷണം, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും നാം നോക്കുകയാണെങ്കിൽ അതിലെല്ലാം കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും മനുഷ്യൻ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു സൃഷ്ടികളെ ആരാധനായി കാണുക എന്നുള്ളത് എത്ര അക്രമമാണെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എത്ര വലിയ നന്ദികേടാണെന്ന്
അല്ലാഹു തആല മനുഷ്യരോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളത് വലിയ നന്ദികേടാണ്. കുറച്ചെങ്കിലും നന്ദിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിനെ മാറ്റി നിർത്തുക എന്നുള്ളതും അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികളെ അഥവാ മനുഷ്യന് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളത് വലിയ നന്ദികേടാണ്, വലിയ തെറ്റാണെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ദുന്യാവിൽ പോലും മനുഷ്യന് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്തു കൊടുത്ത ആളോട് കടപ്പാടുള്ളവനായി തീരും അവൻ. ആ ഉപകാരം ചെയ്തു കൊടുത്ത ആളെ ബഹുമാനിക്കുന്നവനായി തീരും. ആ ബഹുമാനം പോലും അള്ളാഹുവിനോട് എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല? ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ട് അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുക എന്നുള്ളതും അള്ളാഹുവിനെ കൂടാതെ മറ്റു വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതും എത്ര വലിയ നന്ദികേടാണെന്ന കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുവാനെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തുകളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച ആയത്തിലൂടെയും അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിച്ചിരിക്കുകയാണ്. അതിലൂടെ അള്ളാഹു തആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിന് നന്ദിയുള്ള മനുഷ്യരായി തീരണമെന്നുമുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.